വെള്ളം ചേർക്കുന്നത് വെള്ളം ചേർക്കില്ലല്ലോ. അതിന് ചട്ടി ഓവർ ചൂടായ ഒട്ടൂലേ, അതിന് വെള്ളം തെറിപ്പിക്കണം. നിങ്ങൾ മസാല ദോശ ഒക്കെ ഉണ്ടാക്കും. അത് വോട്ട് ചെയ്തതിന് പുളിത്തരം കാട്ടുക. കണ്ട ഞാൻ വോട്ട് ചെയ്തിട്ടോ. നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുള്ളൂ. നെയ്യൊക്കെ കഴിഞ്ഞ് നെയ്യ് ഇത് എനിക്ക് സ്പെഷ്യലേ, എനിക്ക് ഇതാ ഇഷ്ടം. എനിക്ക് ചട്ടിനൊന്നും വലിയ താല്പര്യം. നെയ്യ് കൂട്ടിയല്ലോ അതിനാകണേ നമ്മൾ അടിപൊളി അപ്പുറത്ത് സ്ലിം ടീ ഉണ്ടോ? അവിടെ നെയ്യ് കൂട്ടും സ്ലിം ടീ കുടിക്കും. ഇതാണോ നെയ്യ് റോസ്റ്റ് എന്ന മാതിരി? ഇതാണ് നെയ്യ് റോസ്റ്റ്. ഇതിലിങ്ങനെ മൊരിഞ്ഞിങ്ങനെ വരണം. ദോശൻ്റെ മാവ് മൊരിഞ്ഞ് വരുമ്പോഴാണ് അടിപൊളി. അപ്പം ഇനി നിങ്ങൾക്ക് ആർക്ക് സ്ലിം ടീ വേണമെങ്കിലും പറഞ്ഞോളൂ കേട്ടോ. ധൈര്യമായിട്ട് നെയ്യ് എന്ത് കൂട്ടിയാലും നമുക്ക് ഈ സ്ലിം ടീ ഉണ്ടാവുമ്പോൾ യാതൊരു പേടിയും പേടിച്ചണ്ട. സ്ലിം ടീ കുടിക്കുക രാവിലെ. നിങ്ങൾ ഇന്നെ പറയുന്നൊന്നും വേണ്ട. ഇവിടെ കണ്ടത് ഇത് നിറച്ച് സ്ലിം ടീ കേട്ടോ. ഇവരൊക്കെ സ്ലിം ടീ കുടിക്കണ ആൾക്കാരാട്ടോ. ഇത് സ്ലിം ടീ കലക്കി വെച്ചതാണ്. 2-3 ആൾക്കാർക്ക് കലക്കി വെച്ചതാണ്. ഇയാൾ ചായ ഉണ്ടാക്കാറില്ല, അതിൻ്റെ പകരം സ്ലിം ടീ ആണ് കുടിക്കുക. അപ്പം രാവിലെ സ്ലിം ടീ ശീലമാക്കുക. അപ്പോൾ ശരീരത്തിലെ കൊഴുപ്പ് എവിടെയും തങ്ങി നിൽക്കൂല. അത് നമുക്ക് റിമൂവ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് നമ്മുടെ സ്ലിം ടീ. കഴിഞ്ഞു. ഇന്നെ മാത്രം കളിയാക്കൊന്നും വേണ്ട. ഇവിടെ വീട്ടിലത്തോരൊക്കെ ഇത് തന്നെ കേട്ടോ യൂസ് ചെയ്യാറ്. അപ്പൊ അടിപൊളിയല്ലേ, സൂപ്പർ അല്ലേ? ചട്ടിക്കൊരു ഓട്ടുമായല്ലോ. പുളിത്തരം കാട്ടിങ്ങാണ് അപ്പൊ ഇനി സ്ലിം ടീ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കാം കേട്ടോ. സ്റ്റോക്കൊക്കെ വന്നിട്ടുണ്ട് സാധനം. അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങളെ കയ്യിലേക്ക് എത്തിച്ചേരും. ഏത് ധൈര്യത്തിലും നെയ്യ് കുപ്പിക്കാലിയാക്കി കുട്ടികൾക്ക് മാത്രമൊന്നല്ല ദോശ പറ്റുക. ക്രിസ്പി ആയി തിന്നണം, അതാണ് അതിന്റെ ടേസ്റ്റ്. ചട്ടൊക്കെ കൂട്ടി കൊണ്ടുപോയിട്ടുണ്ടോ ഡൗട്ട്.